ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അതായത് കുറച്ച് നിങ്ങൾക്കും കുറച്ചധികം എനിക്കും സ്പെഷ്യലാണ്. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഫേസ് റിവീലും ഈ Q&A വീഡിയോയും. പിന്നെ ഞാനും കുറച്ച് നാളായി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഈ ഒരു വീഡിയോ. അതുമാത്രമല്ല, ഞാൻ എന്നെ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇത് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് സ്പെഷ്യലാണ്. പിന്നെ ഇതൊക്കെ പറയണേക്കാൾ മുമ്പ് ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. അതായത് ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ കാണാത്ത കുറേ പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി തരണ്ടേ. സോ എൻ്റെ ചാനലിൻ്റെ പേര് വീക്കെൻഡ് ക്രാഫ്റ്റ് എന്നാണ്. അതായത് ചെറുതായിട്ട് ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ്, ഫാഷൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തു തരുന്നത്. ആൻഡ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2022-ലാണ്. അതായത് ഇപ്പോൾ ഒരു 3.5 years ആയിട്ടുണ്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന വെച്ച കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഒരു ബിഗ് സോറി എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ നിങ്ങൾ കുറേ പേരെ പറ്റിച്ചു എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഞാൻ ഫേസ് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ചെയ്തില്ലല്ലോ. അതായത് ഞാനൊരു ഓഗസ്റ്റ് സമയത്തൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ് റിവീൽ ആണോ വേണ്ടേ, ഗിവ് അവേ ആണോ വേണ്ടേന്ന്. അതിൽ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസ് റിവീൽ ആയിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ചെയ്യുന്ന വെച്ച കാര്യമാണ് ഇത്രയും ലാഗായി പോയതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. ഇങ്ങനെ ക്യാമറയുടെ മുന്നിലിരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അതായത് ഞാൻ ഇത്ര കംഫർട്ടബിൾ അല്ല ഈ കാര്യത്തിനോട്. ഞാൻ യൂസ്ഡ് അല്ലാത്ത കാരണം ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് താങ്ക്സ് ആണ്. ഞാൻ 1 lakh സബ്സ്ക്രൈബർ ആയപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ ഫേസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു താങ്ക്സ് പറയാന്ന് ഉള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ അതുകൊണ്ടാണ് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയോ പറയുന്നത് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, അതായത് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടോന്നും ഞാൻ ചിരിക്കുന്നുണ്ടോന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസിന് ഞാൻ ഇനി ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ നെയിമാണ്. എൻ്റെ നെയിം ജാനറ്റ് എന്നാണ്, JANAT, അതാണ് സ്പെല്ലിങ് വരുന്നത്. ആൻഡ് ഇത് ഞാൻ ഓൾറെഡി ചാനൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് കുറേ പേരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും എനിക്ക് മെസ്സേജസും കമൻസ് ഒക്കെ വരാറുണ്ട് എന്താ പേരെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എൻ്റെ പേര് ജാനറ്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസൺ ബിഹൈൻഡ് യുവർ ചാനൽ നെയിം. ചാനലിന് നെയിം ഇടാൻ, അതായത് വീക്കെൻഡ് ക്രാഫ്റ്റ് എന്ന് നെയിം ഇടാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ WE വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വീക്കെൻഡ് ക്രാഫ്റ്റ്, ആ ഒരു മീനിങ്ങോട് കൂടിയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു കോമൺ നെയിമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ജസ്റ്റ് ആ ഒരു WE എന്നുള്ളത് മാറ്റിയിട്ട് V എന്നിട്ടു എന്ന് മാത്രം, അല്ലാതെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ദിസ് ചാനൽ. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2022 ഏപ്രിൽ ആണെന്നാണ് തോന്നുന്നത്. ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പ്ലേസ് ആണ്. എൻ്റെ പ്ലേസ് തൃശ്ശൂർ പൊറനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പ്ലേസ് വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജോബ്, സ്റ്റുഡൻറ്, മാരീഡ്. അതായത് ജോബ് ഉണ്ടോ, സ്റ്റുഡൻ്റ് ആണ്, മാരീഡ് ആണോ. ജോബ് കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്, സ്റ്റുഡൻ്റ് അല്ല, മാരീഡും അല്ല. പിന്നെ എൻ്റെ അക്കാദമിക് പരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്തു. ഡിഗ്രി ഞാൻ BCom ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. PG ഞാൻ MCom ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡിഗ്രി കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ PGയും ഈ കോണ്ടന്റ് ക്രിയേഷൻ, അതായത് യൂട്യൂബൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ പരിതാപകരമായ അവസ്ഥ കാരണം എനിക്ക് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫോണൊക്കെ കിട്ടിയത്. അതിനുശേഷമാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ ഒരു പ്രോഗ്രസ് ഒക്കെ വന്നത്. ഓക്കെ, അപ്പം എൻ്റെ അക്കാദമിക് പരമായ പഠിത്തങ്ങൾ അതായിരുന്നു. ദെൻ ഫാമിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിനെ പറ്റി പറയാനാണെങ്കിൽ ഫാമിലിയിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പപ്പ ഉണ്ട്, മമ്മി ഉണ്ട്, ചേട്ടന്മാരുണ്ട്, 2 ബ്രദേഴ്സ്, എൽഡറാണ്, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, എന്നെക്കാളും യങ് ആണ്. അങ്ങനെ ടോട്ടൽ 6 പേരാണുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഫാമിലി. ദെൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി സപ്പോർട്ട്. തുടക്കത്തിൽ നമ്മുടെ പാരൻസ് എന്താ വിചാരിക്കുക, ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അതൊരു ഫണ്ണായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയില്ല, ഇതിന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എൻ്റെ പാരൻസിന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തുടക്കത്തിൽ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ
ഇപ്പോൾ ഇരുന്ന് ഏൺ ചെയ്യുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളായാലും എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് കുറേ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് ഫാമിലിയാണ് കൂടുതലും സപ്പോർട്ടായിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫാമിലീസ് റിയാക്ഷൻ ആഫ്റ്റർ ഓൾ അച്ചീവ്മെന്റ്സ്. ആഫ്റ്റർ ഓൾ അച്ചീവ്മെന്റ്സ് ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അതായത് എൻ്റെ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, അവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിലും അവർ ഹാപ്പിയാണ്. അല്ലാണ്ട് ഓവർ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ജോബ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്ന പോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്നു, അത്ര തന്നെ. അതിലിപ്പോൾ ആദ്യം എന്താ പറയുക, ഇപ്പോൾ 1 lakh സബ്സ്ക്രൈബർ ആയപ്പോൾ ഒക്കെ എനിക്ക് എന്താ പറയുക, അതൊരു പെർട്ടിക്കുലർ മൈൽ സ്റ്റോൺ ആണല്ലോ. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷമുണ്ട്. പിന്നെ യൂട്യൂബിലെ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷമുണ്ട്. അതായത് പ്ലേ ബട്ടൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. അല്ലാണ്ട് ഇതൊക്കെയായിരുന്നു അവരുടെ റിയാക്ഷൻ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡു യു എവർ തിങ്ക് അബൌട്ട് സ്റ്റോപ്പിംഗ് യൂട്യൂബ്? ഇഫ് യെസ്, വൈ ആൻഡ് വൈ ഡിഡ് യു കണ്ടിന്യൂ? യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്നാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് തുടങ്ങിയ ശേഷം എനിക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും PG കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു ജോബിന് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോബ് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്ത് ജോബിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഫോണൊക്കെ വാങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏജ് ആയിരുന്നു. എൻ്റെ ഏജ് വരുന്നത് 24 ആണ്. ഇയർ ഓഫ് ബർത്ത് 2001 ആണ്. അപ്പോൾ ഇതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് ടു സ്റ്റാർട്ട് ദിസ് യൂട്യൂബ് ചാനൽ? ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ ഇൻസ്പയർ ആക്കിയത് കുറേ ചാനലുകളുണ്ട്. അതിങ്ങനെ ഒരു പെർട്ടിക്കുലർ ചാനലായിട്ടോ ഓർ പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടോ ഓർ പെർട്ടിക്കുലർ വീഡിയോ ആയിട്ടോ പറയാൻ പറ്റില്ല. കുറേ ചാനലുണ്ട്. അതിപ്പോൾ എങ്ങനെ പറയാ, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീഡിയോസ് കാണുമല്ലോ. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അല്ലെങ്കിൽ അവരുടെ ഒരു യൂട്യൂബ് ജേർണി ഒക്കെ കാണുമ്പോൾ യൂട്യൂബിൽ ഓരോരുത്തർ പറയണ കേൾക്കുമല്ലോ, യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങളുടെ പാഷൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, യൂട്യൂബ് നല്ലൊരു കരിയർ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിക്കും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ അങ്ങനെ കുറേ ചാനൽ വീഡിയോസും ആൾക്കാരെയൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ എനിക്ക് മുമ്പ് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ട്രാക്ഷൻ അതൊന്നും ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലാണ് കുറച്ചും കൂടി റീച്ചും വ്യൂസും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതായത് ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി പ്രോഗ്രസ് ഒക്കെ വന്നു തുടങ്ങിയത് നമ്മുടെ ചാനലിന്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് സപ്പോർട്ടിങ് പേഴ്സൺ ഇൻ യൂട്യൂബ് ജേണി? യൂട്യൂബ് ജേണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ, അങ്ങനെ പറയാനാണെങ്കിൽ യൂട്യൂബ് ജേണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺസ് ഒന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 വ്യക്തികളുണ്ട്. എൻ്റെ പാരൻസ് ആണ്, എൻ്റെ പപ്പ അമ്മ. ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന 2 വ്യക്തികളാണുള്ളത്, എൻ്റെ പാരൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഹോബി? എൻ്റെ ഫേവറേറ്റ് ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് അല്ലാതെ ഒരു ഫേവറേറ്റ് ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യുന്നതല്ലാതെ കുറേ കാര്യങ്ങളാണുള്ളത്. അതായത് ക്രാഫ്റ്റ് അല്ലാതെ ഞാൻ റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ബോറടിച്ചിരിക്കുമ്പോൾ നടക്കാൻ ഇഷ്ടമാണ്. അതൊരു ഹോബിയായിട്ട് വേണമെങ്കിൽ കാണാം. പിന്നെ ഉറങ്ങാൻ ഇഷ്ടമാണ്. പിന്നെ ഹൊറർ മൂവീസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. ഇതൊക്കെ ഹോബീസ് ആയിട്ട് വരുമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് 2 വീലറിൽ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം ട്രാവൽ ചെയ്തിട്ടില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ ഫ്രീ ആവുമ്പോൾ സ്വിം ചെയ്യാൻ പോകാറുണ്ട്, അപ്പോൾ അതിഷ്ടമാണ്. അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ഹോബീസാണ്. ഇന്ന് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ വേറൊരു കാര്യമാണ് ചെയ്യുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹോബി പറയാനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി മാറി ചെയ്യും. ക്രാഫ്റ്റ് ആണെങ്കിലും അതെ, ഡെയിലി ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല, ഡെയിലി ക്രാഫ്റ്റും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത്. സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യും, എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഹോബീസിലുള്ളത്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഹോബി തന്നെ ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്തൊന്നും ഞാൻ പോയില്ല. ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് ചെയ്യാൻ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. ക്രോഷ്യ ചെയ്യാറുണ്ട് കേട്ടോ, ഈ ക്രോഷ്യങ് ഒക്കെ ചെയ്യണ പോലെ. അതിപ്പോൾ ചെയ്തിട്ട് കുറച്ചധികം നാളായി, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അത് വിചാരിച്ച് അത് ഡെയിലി ഒരുമിച്ച് ചെയ്യാറില്ല, റെഗുലർ ആയിട്ടൊന്നും ചെയ്യാറില്ല.
അപ്പോൾ ഹോബി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. അതായത് അതന്നെ, ഇന്ന് ചെയ്ത കാര്യങ്ങൾ നാളെ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് എൻ്റെ ഹോബിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ചോദിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് ആപ്സ് ആണ്. ഞാൻ ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യണതെന്ന്. ഇൻഷോട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ, പിക്സാർട്ട് അതൊക്കെയാണ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ക്യാപ്കട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇനി. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദിസ് ചാനൽ. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് 1000 സബ്സ്ക്രൈബർ ആയപ്പോഴാണ്. അപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്ത് 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ ഇത്ര ഹാപ്പി, 1 ലാക്ക് ആകുമ്പോഴല്ലേ എല്ലാവരും ഹാപ്പി ആവുക എന്ന്. പക്ഷേ ഞാൻ 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 1 ഇയറോളം ഞാൻ 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതാണ് കുറച്ചും കൂടിയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നത്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളം വന്നൊരു മൊമെന്റ് അതായിരുന്നു. പിന്നെ 1 ലാക്ക് സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഇത്ര അധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷെ എന്തോ 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ കിട്ടിയ ഹാപ്പിനെസ്സും 1 ലാക്ക് ആയപ്പോൾ കിട്ടിയ ഹാപ്പിനെസ്സും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ച് കിട്ടിയതാണല്ലോ 1000 സബ്സ്ക്രൈബേഴ്സിന്. അതായിരിക്കാം എനിക്കതൊരു ഹാപ്പി മൊമെന്റ് ആയിട്ട് കൂടുതലും തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് അച്ചീവ്മെന്റ് ത്രൂ യൂട്യൂബ്. യൂട്യൂബ് തുടങ്ങിയ ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ബിഗ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അതായത് 1 ലാക്ക് സബ്സ്ക്രൈബർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ വേറെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ പേരൻസിനായാലും ഓർ നിങ്ങൾക്കായാലും എനിക്ക് ഗിവ് അവേ തരാൻ പറ്റിയില്ലേ, ഗിഫ്റ്റുകൾ തരാൻ പറ്റിയില്ലേ. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അങ്ങനെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ ഇപ്പോൾ എൻ്റെ ഡെയിലി വരുന്ന പ്രോഗ്രസ്, അതൊക്കെ എനിക്ക് ഒരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ എൻ്റെ പേരൻസിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങി കൊടുത്തായിരുന്നു. അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും വലിയ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. അതും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാഷ് വെച്ചിട്ട്, അതായത് ഏണിങ്സ് വെച്ചിട്ട് വാങ്ങി കൊടുക്കണം എന്നൊക്കെ. ആദ്യമൊക്കെ അവരുടെ തന്നെ പൈസ വാങ്ങിയിട്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കലായിരുന്നു എൻ്റെ പരിപാടി. പക്ഷെ അതിനേക്കാളും കൂടുതൽ അത് അന്ന് വാങ്ങി കൊടുത്ത ചെറിയ ചെറിയ ഗിഫ്റ്റിനേക്കാളും ഇപ്പം എനിക്ക് കുറച്ചും കൂടി വലിയ വലിയ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് വലിയ അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചു, അതൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഈ റൂം മേക്ക് ഓവർ ചെയ്ത് ഈ ഒരു ലെവലാക്കി എടുത്തു, അതൊരു അച്ചീവ്മെന്റ് ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഇതിലല്ലാതെ കുറേ വീഡിയോസ് ഇതിലിപ്പോഴും പബ്ലിക്കായിട്ടല്ലാതെ കിടക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അത് എൻ്റെ പ്രൈവറ്റ് ആക്കിയിട്ട കുറേ വീഡിയോസ് ഉണ്ട്. സോ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ടേബിൾ പോലും ഇല്ലാണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനൽ. അത് ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും ആദ്യത്തെ വീഡിയോയിൽ നിന്നും ഇപ്പോഴത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള ഡിഫറൻസ്. സോ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ജേണിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ക്രാഫ്റ്റ് ഏതാണ്? ഫേവറേറ്റ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫ്ലവർ കുഷൻ ആണ്. ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഫ്ലവർ കുഷനാണ് എൻ്റെ ഫേവറേറ്റ് ക്രാഫ്റ്റ്. അതെന്താ ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോ ചെയ്തിട്ട ശേഷമാണ് നമ്മുടെ ചാനലിന് കുറച്ചും കൂടി പ്രോഗ്രസ് ഉണ്ടായത്. അല്ലെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും കുറേ പേര് ഈ ഒരു ഫ്ലവർ കുഷൻ ചെയ്ത ഈ ഒരു ചാനലാണ് അങ്ങനെ ഒരു ഇത് വരുമല്ലോ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കോംപ്ലിമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ട്രൈ ചെയ്തിട്ട് അടിപൊളിയായി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലവർ കുഷൻ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങളുടെ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പം അതും എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫ്ലവർ കുഷൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഏറ്റവും അതായത് ഈ ഒരു ഫ്ലവർ കുഷനാണ് എൻ്റെ ഫേവറേറ്റ് ക്രാഫ്റ്റ്. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഞാൻ ഫേവറേറ്റ് ആയിട്ട് പറയാനുള്ള വേറൊരു റീസൺ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ക്രാഫ്റ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ എന്നെ ഓർമ്മിപ്പിക്കാം. അത് കമൻസ് വഴി ആയിക്കോട്ടെ ഓർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.